ഇത് അസൂയാണ്, മുഴുത്ത അസൂയ. ഇത്രയും വലിയൊരു രാജകുടുംബത്തിൽ നിന്ന് കാണാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൂട്ടുകാരന് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ അവന് സഹിക്കാൻ വയ്യ. ആ പെൺകുട്ടിക്കാണ് കണക്കില്ലാത്ത സ്വത്ത്. അതിനി അരവിന്ദന്റെയും കൂടി ആകാൻ പോവല്ലേ. എത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കാണ് സഹിക്കാനേ പറ്റില്ല. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല ചന്തു. ചന്തുവിനെ ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കരുതെന്ന് അവൻ എന്താ ഇത്ര വാശി? അവൻ വന്നു. ദയവ് ചെയ്ത് അവനോട് ആരും ഒന്നും പറയണ്ട. ആ, ഇതാരിത്? ലാസറളയപ്പനോ? എപ്പോ വന്നു? കുറച്ചേരായി. ഇതെന്താണ് എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഗൂഢാലോചന അല്ല, കല്യാണാലോചനയാണ് അരവിന്ദന്റെ. അതേ, അപ്പൊ ഈ കോൺട്രാക്ട് പണിയൊക്കെ നിർത്തി ബ്രോക്കർ പണി തുടങ്ങി. പോണില്ലേ ഇനി പോണ്ടിച്ചേരിക്ക്? എന്നാ ഞാനൊരു സത്യം തുറന്നു പറയാം. അരവിന്ദൻ ആ തമ്പുരാട്ടിയെ കെട്ടിയില്ലെങ്കിൽ പാണ്ടിച്ചേരി പള്ളിയിൽ സായപ്പന്മാരുടെ കൂട്ടത്തിൽ ഒരു പുതിയ ശവക്കലറ കൂടി വരും. ചക്കച്ചാമ്പറമ്പിൽ ലാസർ, റെസ്റ്റ് ഇൻ പീസ്. പോകാൻ വരട്ടെ. ലാസറിനോട് ഞങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേക്കേണ്ടത്? എന്ത് വേണേലും പറഞ്ഞോളൂ. വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് എന്നുള്ളത് ഒഴിച്ച്. അങ്ങനെ നീ പറഞ്ഞൊഴിയാൻ നോക്കണ്ട. നിനക്ക് അവളെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. നീ എനിക്കിഷ്ടമല്ല. ഇത് നിന്റെ തീരുമാനമല്ലല്ലോ, നിന്റെ ആ കൂട്ടുകാരന്റെ അല്ലേ? അതെ, ചന്തുവിന്റെ തീരുമാനം തന്നെയാ. എന്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും നിങ്ങൾ എല്ലാവരെക്കാളും എനിക്ക് വലുത് അവൻ തന്നെയാ. മതിയോ? ഇനി ഇതിൽ കൂടുതൽ ഞാൻ വേറെ എന്തെങ്കിലും പറയണോ? ഇത് കുറെ നേരമായല്ലോ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇത് നീ അനുസരിച്ചേ പറ്റൂ. അരവിന്ദന്റെ കല്യാണത്തിന് നീ തടസ്സം നിൽക്കരുത്. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അവന്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഈ കല്യാണം നടന്നു കാണാൻ ആഗ്രഹമുണ്ട്. നിനക്കോ? എനിക്കോ നിനക്കോ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവർക്കൊക്കെ ഇഷ്ടമാണ്. നീ ആയിട്ട് അവരെ വേദനിപ്പിക്കരുത്. നീ എന്താടാ പറഞ്ഞത്? ഞാനായിട്ട് അവരെ വേദനിപ്പിക്കുകയാണെന്ന്? ഈ കല്യാണം നടന്നാ പിന്നെ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്ന അവരായിരിക്കും. ഈ കല്യാണം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ. നിനക്ക് എന്തറിയാമെന്ന? നിനക്ക് അവളെ പറ്റി ഒരു ചുക്കും അറിയില്ല. നീ മനസ്സിലാക്കാത്ത ഒരു സത്യം ഞാൻ ഇനി തുറന്നു പറയാം. അരവിന്ദനും അവളെ ഇഷ്ടമാണ്. നിനക്കിഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവൻ അവളെ വേണ്ടാന്ന് പറയുന്നത്. അവളോട് ഇനി എത്ര ഇഷ്ടമുണ്ടെങ്കിലും നിനക്ക് വേണ്ടി അവൻ അവളെ മറക്കും എന്നേക്കുമായിട്ട്. പക്ഷെ പിന്നീട് ഒരിക്കലും മറ്റൊരു കല്യാണത്തിന് അവൻ സമ്മതിച്ചെന്ന് വരില്ല. അന്ന് എനിക്കും നിനക്കും ആർക്കും അവനെ നിർബന്ധിക്കാൻ അവകാശം ഉണ്ടാവില്ല. അവനവളെ ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ടെന്താ എന്നോട് അവനിത് പറയാതിരുന്നത്? പറയില്ലവൻ. നിനക്കിഷ്ടമില്ലാത്തതൊന്നും അവൻ ചെയ്യുകയില്ല, പറയുകയില്ല. അവന്റെ കല്യാണക്കാര്യത്തിൽ പോലും നിന്നെ വേദനിപ്പിക്കാൻ അവന് പറ്റില്ല. അവനെ നീയും വേദനിപ്പിക്കരുത്. ഇല്ലടാ, അവന്റെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കില്ല. അവന്റെ സന്തോഷമല്ലടാ എനിക്ക് ഏറ്റവും വലുത്. ഞാനിപ്പോ നിന്നെ വിശ്വസിക്കുക. അവളുടെ മനസ്സ് മാറി അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണം നമ്മൾ മുന്നിൽ നിന്ന് നടത്തോടാ. നീ എന്താണ് ഒരു അന്യനെ പോലെ മാറി നിൽക്കുന്നത്? അങ്ങോട്ട് വന്നേ. വേണ്ട, ഞാൻ പോവുക. അരവിന്ദൻ ചോദിച്ചാ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞാൽ മതി. എന്താണ് ഇതൊക്കെ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിന്ന് കളഞ്ഞ ആദ്യം. ജോയി, ഞാൻ പേടിച്ചു തന്നെ സംഭവിക്കാൻ പോവുക. നമുക്കിനി പഴയ പോലെ ആകാൻ പറ്റില്ല. വെറുതെ പിച്ചും പേയും പറയാതെ അങ്ങോട്ട് വരുന്നുണ്ടോ നീ? ഇല്ലടാ,
അവളുടെ പക മുഴുവൻ എന്നോടാ. അതുകൊണ്ട് ഞാനിനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ അവനോടൊപ്പം ഉണ്ടാകുന്ന ഓരോ നിമിഷവും അരവിന്ദന് വേദന മാത്രമേ ഉണ്ടാവൂ. നമുക്ക് അവന്റെ സന്തോഷമല്ലേടാ വേണ്ടത്. അവനും അവളും സുഖമായിട്ട് ജീവിക്കണം. അവർക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ചന്തുവിനെ പോകാൻ നീ സമ്മതിക്കരുതായിരുന്നു. അല്ലെങ്കിൽ എന്നോട് വന്ന് വിവരം പറയാമായിരുന്നു നിനക്ക്. ഒരു സത്യം എനിക്ക് ഇപ്പൊ അറിയണം. ചന്തു പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണോ എന്റെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? പറയടാ, ആരെങ്കിലും അവനെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണോ? അതെ, ആര്? ഈ ഞാൻ തന്നെ. എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ ചന്തു എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനാകുമായിരുന്നു. അവനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛനും അമ്മയും പോലും അവനെ വെറുക്കാൻ തുടങ്ങുകയായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ എന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. എനിക്കവനെ കാണണം. അരവിന്ദ, എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? ഇത് നിന്റെ കല്യാണ രാത്രിയാണ്. ഇവിടെ നിന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടിട്ട് നീ ചന്തുവിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. എനിക്കതൊന്നും പ്രശ്നമല്ല. അവൻ ഇഷ്ടമില്ലാത്ത ഈ ബന്ധം ഈ രാത്രി വേണമെങ്കിൽ ഞാൻ അറുത്തറിയും. കാണണോ? അരവിന്ദ, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതിന് മാത്രം എന്ത് സംഭവിച്ചൂടെ? ഈ വിവാഹവും കൊട്ടാരവും സ്വത്തും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വലുത് നീയും അവനും ഒക്കെയാ. നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തും. അതെന്താടാ നീ അവനൊന്നും മനസ്സിലാക്കാത്തത്? കണ്ടില്ലേ, നീ കരുതിയതിലുമൊക്കെ എത്രയോ ശക്തരാണ് പപ്പി നിന്റെ എതിരാളികൾ. വാശിയും വൈരാഗ്യവും കൊണ്ട് ഒരിക്കലും നിനക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം. സ്നേഹം കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കണം. എങ്കിലേ നിനക്കവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ.